ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 29-ാം ഞായർ. ഈ 29-ാം ആണ്ടുവട്ട ഞായറിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടുകൂടെ നേരുകയാണ്. പ്രിയമുള്ളവരെ, 29-ാം ആണ്ടുവട്ട ഞായറിൻ്റെ സുവിശേഷ ധ്യാനം ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളാണ്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളിലൂടെ വായനയിലൂടെ കടന്നുപോയപ്പോഴേക്കും ഓർമ്മ വന്നത് ഒരു വീടാണ്. ഒരു ദിവസം ഇടവകയുടെ പള്ളി ഓഫീസിൽ ഇരിക്കുന്ന സമയം ഒരു കുടുംബനാഥൻ 2 മക്കളുടെ അപ്പൻ കടന്നു വന്നിട്ട് തങ്ങളുടെ വീട് വെഞ്ചരിക്കുന്നതിനെക്കുറിച്ച് ഒന്ന് ചോദിച്ചു. അദ്ദേഹം ആഗ്രഹിച്ച ഡേറ്റ് ഡയറിയിലെടുത്തു. 2 പേർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയം കുറിച്ചു. ആ ദിവസം ആ സമയം നമുക്ക് വീട് വെഞ്ചരിക്കാമെന്ന് പറഞ്ഞ് അച്ചോ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. അങ്ങനെ ആ വീട് വെഞ്ചരിക്കുന്നതിൻ്റെ ദിവസം വന്നു. രാവിലെ അദ്ദേഹം വന്നു. കപ്പ്യാരും ഞാനും ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പം പോയി വീട് വെഞ്ചരിക്കാൻ വേണ്ടി. വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴേക്കും വീട് വെഞ്ചരിപ്പ് പ്രാർത്ഥനയിൽ പങ്കുചേരാൻ വേണ്ടി അപ്പനും അമ്മയും ഭാര്യയും മൂത്ത മകളും പിന്നെ ഈ ചേട്ടനും റെഡിയായിട്ട് അവിടെ ആയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വീട് വെഞ്ചരിപ്പ് പ്രാർത്ഥനയൊക്കെ ചൊല്ലി ആ ഭവനത്തെയും ആ കുടുംബത്തെയും അവിടെയുള്ള ഓരോ കുടുംബാംഗങ്ങളെയും ആശീർവദിച്ച് പ്രാർത്ഥിച്ചു. അതേ തുടർന്ന് ഈശോയുടെ തിരുഹൃദയ രൂപത്തിലേക്ക് സന്നിധിയിലേക്ക് ആ കുടുംബാംഗങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് കുടുംബ പ്രതിഷ്ഠാ ജപം ഒരുമിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചു. അവരോട് കുറച്ചു നേരം സംസാരിച്ച് പ്രാർത്ഥിക്കാമെന്നുള്ള ഉറപ്പ് നൽകി ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയം മനസ്സിൽ തങ്ങി നിന്നത് ആ വീട്ടിൽ വായിക്കുവാനിടയായ ഏതാനും അക്ഷരങ്ങളായിരുന്നു. അതിനൊരർത്ഥം ഉണ്ടായിരുന്നു. ആ അക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സെൻറ്റൻസ് നമുക്ക് കിട്ടും: എവ്രി ഡിഫിക്കൽട്ടി കംസ് വിത്ത് എ ഹിഡൻ ബ്ലെസ്സിങ്. എവ്രി ഡിഫിക്കൽട്ടി കംസ് വിത്ത് എ ഹിഡൻ ബ്ലെസ്സിങ്. ജീവിതത്തിൽ തെളിഞ്ഞു കാണുന്ന ഓരോ ബുദ്ധിമുട്ടിൻ്റെയും പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കൃപയുണ്ട്. ജീവിതത്തിൽ തെളിഞ്ഞു കാണുന്ന ഓരോ ബുദ്ധിമുട്ടിൻ്റെയും പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കൃപയുണ്ട്. പ്രിയമുള്ളവർ, ഈ ഒരു കൊട്ടേഷൻ വായിക്കാനിടയായത് ആ വീട്ടിലെ മൂത്ത മകളുടെ മുറിയിലായിരുന്നു. അവളുടെ ജീവിതത്തിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ട് 2 വർഷത്തോളമായിട്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റിൻ്റെ അസുഖത്തോട് ആ സർജറിയോടൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു മകളാണ്. അതിൻ്റെ അസ്വസ്ഥതകൾ ജീവിതത്തിൽ വഹിക്കുന്നവളായിരുന്നു. അവളുടെ മുറിയിൽ അവൾ തന്നെ പെയിൻറ് ചെയ്ത ഒരു സീനറിയുടെ ചിത്രത്തിൻ്റെ മുകളിൽ അവൾ എഴുതി വെച്ച വാക്കുകളായിരുന്നു അത്: എവ്രി ഡിഫിക്കൽട്ടി കംസ് വിത്ത് എ ഹിഡൻ ബ്ലെസ്സിങ്. അന്ന് ആ ഒരു വീട് വെഞ്ചരിപ്പിൽ കാണാൻ സാധിച്ചത് തങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു കാണുന്ന ഒരു ബുദ്ധിമുട്ടിൽ ആ ബുദ്ധിമുട്ടിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആ ബുദ്ധിമുട്ടിനപ്പുറമുള്ള അതിലെ ആ ബുദ്ധിമുട്ടിൻ്റെ പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന കൃപയിലേക്ക് നോക്കുന്ന ഒരു കുടുംബത്തെയാണ്, അല്ലെങ്കിൽ കൃപയിലേക്ക് നോക്കുന്ന ഒരു മകളെയാണ്. പ്രിയമുള്ളവരെ, ഈ ഞായറാഴ്ച ദിവസം ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ നമ്മളൊരു ഉപമയിലൂടെ കടന്നു പോവുകയാണ്. നീതിരഹിതനായ ഒരു ന്യായാധിപൻ്റെയും ഒരു വിധവയുടെയും ഉപമ ഈശോ ക്രിസ്തു നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ഇവിടെ ഈശോ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിധവ തൻ്റെ എതിരാളിക്കെതിരെ നീതി നടത്തി തരണമെന്ന് പറഞ്ഞ് ഈ ന്യായാധിപൻ്റെ അടുത്ത് തുടരെ അപേക്ഷകളുമായിട്ട് ചെല്ലുകയാണ്. ഈ നീതിരഹിതനായിട്ടുള്ള ന്യായാധിപനെ കുറിച്ച് പ്രത്യേകം പറയുന്ന 2 കാര്യങ്ങളുണ്ട്. അയാൾ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരാളാണ്. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരാൾ, അതായത് ദൈവഭക്തിയില്ല. രണ്ടാമതായിട്ട് മനുഷ്യരോട് കരുണയില്ല. ദൈവഭക്തിയില്ലാത്ത, മനുഷ്യരോട് കരുണയില്ലാത്ത ഒരു ന്യായാധിപൻ്റെ അടുത്ത് ചെന്നാണ് ഈ വിധവ തുടരെയായിട്ട് ഈ ഒരു അപേക്ഷ, നീതിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ വെക്കുന്നത്. പിന്നീട് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഈശോ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആ നീതിരഹിതനായ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. ഈ വിധവ തുടരെയായി എന്നെ വന്ന് അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട്, ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. പിന്നീട് ഈശോ ചോദിക്കുന്നൊരു ചോദ്യമാണ്: നീതിരഹിതനായ ആ ന്യായാധിപൻ അങ്ങനെ ചിന്തിച്ചെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് അപേക്ഷിക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവം എത്രമാത്രം കൃപകൾ കൊടുക്കും? പ്രിയമുള്ളവരെ, തുടർന്ന് ഈശോ
പോസ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യനാണ്. എന്നാൽ അവൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ തുടരെ തുടരെ വരുന്ന തെളിഞ്ഞു കാണുന്ന ബുദ്ധിമുട്ടുകൾക്കപ്പുറമുള്ള ഒളിഞ്ഞിരിക്കുന്ന കൃപയിലേക്ക് നോക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ഒരു ഉപമയിലെ വിധവയായിട്ടുള്ള ആ ഒരു മകള് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് കരുതിയത് എന്താ? ഈ ന്യായാധിപനെ തുടരെ തുടരെ ചെന്ന് കണ്ട് ഈ ഒരു കാര്യം തനിക്ക് നീതി നടത്തി തരണമെന്നുള്ള അപേക്ഷ സമർപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവള് അതൊരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നില്ല. കാരണം എന്തുകൊണ്ടാ? ആ ബുദ്ധിമുട്ടിനപ്പുറം ഒളിഞ്ഞിരിക്കുന്ന കൃപയെക്കുറിച്ചാണ് അവൾ ചിന്തിക്കുന്നത്. അതിലാണ് അവൾ വിശ്വാസം അർപ്പിക്കുന്നത്. അതുകൊണ്ട് അവൾക്കതൊരു ബുദ്ധിമുട്ടായിട്ടേ തോന്നുന്നില്ല. അവൾ തുടരെ തുടരെയായിട്ട് ഈ നീതിരഹിതനായിട്ടുള്ള, ദൈവഭയമില്ലാത്ത, മനുഷ്യരോട് കരുണയില്ലാത്ത ഈ ഒരു ന്യായാധിപനെ കണ്ട് തൻ്റെ അപേക്ഷ തുടരെ തുടരെയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു സഹനം വരുമ്പോൾ, ഒരു കഷ്ടപ്പാട് വരുമ്പോൾ എൻ്റെ ശ്രദ്ധയും നോട്ടവും ആ ബുദ്ധിമുട്ടിൽ, ആ കഷ്ടപ്പാടിൽ, ആ സഹനത്തിൽ മാത്രം ഉടക്കി നിന്ന് പോകുന്നുണ്ടോ? ഞാൻ കുറ്റം പറയുന്നവനായിട്ട് മാറുന്നുണ്ടോ? ഞാൻ അസ്വസ്ഥത കാണിക്കുന്നവനായിട്ട് മാറുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിലെ കൃപയിലേക്ക് എത്താനുള്ള ഒരു ക്ഷമ കാത്തു സൂക്ഷിക്കാത്തവനായിട്ട് ഞാൻ മാറുന്നുണ്ടോ? ഈശോ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തും. നിന്റെ ജീവിതത്തിൽ തെളിഞ്ഞു കാണുന്ന ബുദ്ധിമുട്ടുകളിൽ, ആ ബുദ്ധിമുട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന കൃപയിലേക്ക് നോക്കാൻ നിനക്ക് പറ്റണം. ആ കൃപയിൽ വിശ്വസിക്കാൻ നിനക്ക് പറ്റണം. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? പ്രിയമുള്ളവരെ, കൃപയിൽ വിശ്വസിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ ഞായറാഴ്ച പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ തെളിഞ്ഞു കാണുന്ന ബുദ്ധിമുട്ടുകൾക്കപ്പുറം അതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന കൃപ കാണണമെന്ന് ഈശോ പ്രത്യേകമായിട്ട് ഇന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ 29-ാം ഞായറിൻ്റെ, ഈ കൃപയെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ ഞായറിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആഗോള തിരുസഭ, കത്തോലിക്ക തിരുസഭ ഇന്ന് മിഷൻ ഞായറായിട്ട് ആഘോഷിക്കുകയാണ്. മിഷൻ ഞായറായിട്ട് ഇന്ന് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ഞായറിൻ്റെയും ചിന്തയെന്ന് പറയുന്നത് എന്താ? ബുദ്ധിമുട്ടുകൾക്കപ്പുറമുള്ള കൃപയിലേക്കുള്ള ഒരു എത്തിനോട്ടത്തിൻ്റെ ഞായറാണ് ഈ ഒരു ഞായറാഴ്ച, ഈ ഒരു 29-ാം ഞായർ, ഈ ഒരു മിഷൻ ഞായറാഴ്ച. നമ്മൾ ഇപ്രകാരം പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ വായിക്കുന്നുണ്ട്. ഈ ഒരു വചനഭാഗത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് ദർശനങ്ങളും വെളിപാടുകളും എന്നാണ്. 2 കൊറിന്തോസ് 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഇതിൽ 7 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ എഴുതുകയാണ്, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിലൊരു മുള്ള് എനിക്ക് നൽകപ്പെട്ടു. പിന്നെ നമ്മൾ കാണുന്നത് ഈ മുള്ളെടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന, ഈ ബുദ്ധിമുട്ട് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലനെയാണ്. തൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടിൻ്റെ പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന കൃപയെക്കുറിച്ച് ചിന്തിക്കാതെ ഈ ഒരു മുള്ളെടുത്തു മാറ്റണം, ഈ ഒരു ബുദ്ധിമുട്ട്, വേദന, സഹനം എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലൻ. പ്രിയമുള്ളവരെ, പിന്നീട് നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, എന്നാൽ അവിടുന്ന് ദൈവം കർത്താവ് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. മറന്നുപോയ കൃപയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ദൈവം. നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. പിന്നീട് ഏറ്റവും അവസാന വചനം, 10-ാം തിരുവചനം, അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഇവിടെ തൻ്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ, ഒരു സഹനം വന്നപ്പോൾ, ഒരു കഷ്ടപ്പാട് വന്നപ്പോൾ അതിൽ കണ്ണുടക്കിപ്പോയ അപ്പോസ്തലനെ നമ്മൾ കാണുകയാണ്. പക്ഷേ പിന്നീട് ആ സഹനത്തിന്, ആ കഷ്ടപ്പാടിന്, ആ ബുദ്ധിമുട്ടിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കൃപയെക്കുറിച്ചുള്ള തിരിച്ചറിവ് ദൈവം നൽകുമ്പോൾ ആ കൃപയിൽ വിശ്വസിച്ച് മുന്നോട്ട് ആ അപ്പോസ്തലൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു മിഷൻ ഞായറിൽ തീർച്ചയായിട്ടും ഓരോ ഇടവകയിൽ വിവിധ മിഷൻ പ്രവർത്തനങ്ങൾ നടക്കും. അതിൽ നിന്നൊക്കെ നമ്മളുടെ സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ ഒരു സംഭാവന നമ്മൾ സ്വരുക്കൂട്ടും. അത് രൂപതയിലേക്ക് നൽകും. രൂപത അത് സഭയിലേക്ക് നൽകിക്കൊണ്ട് പലവിധം മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഒരു സപ്പോർട്ട് നൽകാൻ വേണ്ടി അത് അയച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഇടവക തലത്തിലൊക്കെ സ്വരൂപിക്കുന്ന ഈ ഒരു ഫണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സമർപ്പണം, അതെന്താണ്? അത് സ്നേഹത്തിൻ്റെ ഒരു സമർപ്പണമാണ്. 2, അതൊരു
ത്യാഗത്തിൻ്റെ സമർപ്പണമാണ്. സ്നേഹം എന്ന് പറയുമ്പോൾ സഭയിലെ മിഷൻ പ്രവർത്തനത്തോടുള്ള എൻ്റെ ഒരു സ്നേഹം. ത്യാഗമെന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ആ ഒരു പൈസ അല്ലെങ്കിൽ ആ ഒരു നന്മ, ആ ഒരു ദാനം, അത് ത്യാഗത്തോടുകൂടെ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പൊതു നന്മയ്ക്ക് വേണ്ടി നൽകുന്ന ഒരു നന്മ. അപ്പോൾ നമ്മളുടെ ആ ഒരു സ്നേഹം, ആ ഒരു ത്യാഗം അതെന്താണ്? അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ആ ബുദ്ധിമുട്ടിലല്ല കണ്ണടക്കുന്നത്. മറിച്ച് ആ ബുദ്ധിമുട്ടിന് പിന്നിൽ, ആ സഹനത്തിനു പിന്നിൽ, ആ സമർപ്പണത്തിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കൃപയിലാണ്. കൃപ കാണുന്നവന് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടായിട്ടേ തോന്നൂല. കാരണം ദൈവം തുടർന്ന് നിറച്ചളന്ന് മടിയിൽ കൃപകളായി നൽകുമെന്നുള്ള ഒരു വിശ്വാസമാണ് അതിൻ്റെ പിറകിലുള്ളത്. ആയതുകൊണ്ട് ഇന്ന് ഈ ഒരു 29-ാം ഞായർ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ഈ ഒരു മിഷൻ ഞായർ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ഈ ഒരു 29-ാം ആണ്ടുവട്ട ഞായറിൻ്റെ ആത്മീയതയിൽ ആയിരിക്കുമ്പോൾ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പച്ചയായ യാഥാർത്ഥ്യങ്ങളായ സഹനം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, അതിന് പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന കൃപയിലേക്ക് നോക്കി അവയുടെയൊക്കെ മേൽ വിജയം വരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് മറക്കാതെ ഓർത്തിരിക്കാൻ സാധിക്കട്ടെ. എവറി ഡിഫിക്കൽട്ടി കംസ് വിത്ത് എ ഹിഡൻ ബ്ലെസ്സിങ്. ജീവിതത്തിൽ തെളിഞ്ഞു കാണുന്ന ഓരോ കഷ്ടപ്പാടിനും സഹനത്തിനും പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കൃപയുണ്ട്. ഈ കൃപ ഈ ആണ്ടുവട്ട ഞായറിലൂടെ, ഈ മിഷൻ ഞായറിലൂടെ, അതിൻ്റെ ആത്മീയ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നേടിയെടുക്കുവാൻ, ആ കൃപയിൽ വിശ്വസിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. ആ കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഞായറിൻ്റെ, ഈ മിഷൻ ഞായറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.